ഞാൻ പറഞ്ഞല്ലോ, ആരാണെന്ന് എനിക്ക് ലോകോത്തര ബുദ്ധിമതിയോ ഭാവനാശാലിയോ ആയിരിക്കാം. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ആൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗം പ്രസംഗത്തിനിടയിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അവർക്ക് സംസാരിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം, എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞതിൽ എന്ന് പറയാം, അത് ന്യായമാണ്. പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വില അത്രയേ ഉള്ളൂ. അത് ആളായാലും അപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ അവരാരാണെന്നുള്ളത്? അതുവരെ ആർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന്, സാർ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളാരാ? സാർ ഞാൻ പുഷ്പവതിയാണ്. അപ്പോൾ എനിക്കറിയില്ല പുഷ്പവതി ആരാണ്. തുള്ള കാര്യം തുറന്ന് പറയാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ സാർ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞ് നാടൻ പാട്ട് പാടുന്ന ആളാണ്. ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഒരു ഫോട്ടോ എടുത്തു, രണ്ടുപേരും ഫോട്ടോ എടുത്തു. ഇതാണ് എനിക്ക് പുഷ്പവതിയെക്കുറിച്ചൊരു പരിചയം. അല്ലാതെ ഇവരുടെ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. 30 വർഷമായി ചലച്ചിത്ര മേഖലയിലുള്ള ഉണ്ട് പുഷ്പവതി. എനിക്കറിയില്ല. ആ പുഷ്പവതിയെ അറിയാത്തത് പുഷ്പവതിയുടെ കുഴപ്പമാണോ അറിയാത്തത് നമ്മളുടെ കുഴപ്പമാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളൊക്കെ ചിന്തിച്ചോളൂ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു, സത്യമാണ്. എൻ്റെ സത്യം പറയാതിരിക്കാൻ നോക്കില്ല. എനിക്ക് ഇപ്പോഴും അവരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ നാട്ടിൽ സംഗീത അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയൊക്കെ തലപ്പത്ത് ആര് വരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വളരെ രസകരമാണ് എനിക്ക് ചിന്തിച്ചാൽ. കാരണം ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയിലുള്ളൊരു, അല്ലെ ഭരിക്കുന്ന കക്ഷി കക്ഷി ഭരണമാണെങ്കിൽ ഓരോരുത്തർ വീതിച്ചു കൊടുക്കും. പ്രസിഡന്റ് ഒരാൾക്ക്, സെക്രട്ടറി വേറൊരാൾക്ക്, വൈസ് പ്രസിഡന്റ് വേറൊരാൾക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഇതൊന്നും വ്യാജ ആരോപണമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്നും ഒരു സംഗീത അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ സംഗീത വീഴ്ചയോ അല്ലെങ്കിൽ സംഗീത പാരംഗതയോ എന്നാണെന്ന് ഞാൻ പറയില്ല. പിന്നെ സിനിമയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, സിനിമയിൽ പിന്നെ പാട്ടുകൾ മസ്റ്റല്ല. ഞാൻ പാട്ട് എഴുതുകാരനാണ്, പക്ഷേ സിനിമയിൽ പാട്ട് മസ്റ്റല്ല. സിനിമയ്ക്ക് പാട്ട് വേണമെന്നില്ല. ലോക സിനിമയിൽ പാട്ടില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമയിലും പിന്നെ അപൂർവമായിട്ട് അമേരിക്കൻ ഹോളിവുഡ് സിനിമ എങ്ങനെ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലാതെ എല്ലാ സിനിമയിലും കയറി പാട്ടുകളില്ല. അപ്പോൾ പാട്ടുകൾ എന്ന് പറയുന്നത് ചലച്ചിത്ര സിനിമയുടെ ഒരു ഭാഗമാകണം നിർബന്ധമില്ല. അതുകൊണ്ട് പിന്നെ അതുപോലെ ഒരിക്കലും പാട്ട് വേണ്ട എന്ന് പറയുന്ന സിനിമയിൽ